റെഡിയോ? ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ഇൻറ്റു സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് സ്ട്രെസ്. എന്താ സ്ട്രെസ് എന്ന് പറയാം? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ ഞാനവിടെ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് കൊടുക്കുമ്പോൾ എഫ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ വൈ എന്ന് വരും. എഫ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ വൈ വരും അല്ലേ? എ സ്ക്വയർ വൈ വരും. അപ്പോൾ അവിടെ റേഡിയസ് വരുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു എഫ് സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിവിടെ എ സ്ക്വയർ എടുക്കുമ്പോൾ ആറിൻ്റെ സ്ക്വയർ r⁴. അപ്പോൾ ഞാൻ ഇവിടെ r⁴ യങ്സ് മോഡുലസ് ചെയ്യുന്നു. അപ്പോൾ സെയിം രണ്ട് സ്റ്റീൽ വയർ ആകുമ്പോൾ യങ്സ് മോഡുലസ് സെയിം ആണ്. രണ്ടിൻ്റെ യങ്സ് മോഡുലസ് സെയിം ആണ്. അതേപോലെ രണ്ടിനും എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എനർജി ഡെൻസിറ്റി. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞ സാധനം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസിൻ്റെ 4th പവറിന് ആയിരിക്കും. എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് റേഡിയസ് ആയിരിക്കും. അത് നോക്ക്. അതായത് നമ്മൾ സ്ട്രെസ്സിൻ്റെ ഫോമിൽ ഇക്വേഷൻ എഴുതി, എന്നിട്ട് ഫോഴ്സ് ബൈ ഏരിയക്ക് നമ്മൾ പൈ ആർ സ്ക്വയർ എടുക്കും. പൈ ആർ സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ സ്ക്വയർ r⁴ വരും. അപ്പോൾ എനിക്ക് അവിടെ വാരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് സെയിം ആണ്. രണ്ടും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഫോഴ്സും യങ്സ് മോഡുലസും സെയിം ആണ്. സോ എനർജി ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ r⁴ എന്ന് വരും. r⁴ എന്ന് വരും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എനർജി ഡെൻസിറ്റിയുടെ റേഷ്യോ u1 ഡിവൈഡ് ബൈ u2 എന്ന് പറഞ്ഞാൽ r2 ഡിവൈഡ് ബൈ r1 all⁴ വരും. എനർജി ഡെൻസിറ്റി റേഷ്യോ 1/4 ആണ്. ഇസ് ഈക്വൽ ടു r2 ഡിവൈഡ് ബൈ r1. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 1/4 ആവും അല്ലേ? സർ സ്ട്രെയിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഏരിയ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ലല്ലോ. റേഡിയസ് ആയിട്ട് കണക്ഷൻ ചെയ്യണ്ടേ? സോ ഞാൻ പറയുകയാണ് ഇവിടെ r2 ഡിവൈഡ് ബൈ r1 ചെയ്യുമ്പോൾ ആദ്യം 1/4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1/2 കിട്ടും. പിന്നെയും അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1/√2 കിട്ടും. സോ r1 ബൈ r2 അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തല തിരിച്ചിട്ട് √2 ഡിവൈഡ് ബൈ 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. √2:1 വരും. √2:1 വരും ആൻസർ. √2:1. ഗ്രാഫ് ജസ്റ്റ് വരയ്ക്കുമെന്ന്. ഏത് ഗ്രാഫിടാ? സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാ? അത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഒരു കോമൺ എന്തുണ്ട്? ഓക്സ് ലോ ഒബേ ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ഇവിടെ ഈൽഡ് പോയിന്റ് ഉണ്ട്. പിന്നെ ആ ഗ്രാഫ് ഇങ്ങനെ നിൽക്കുന്ന ഗ്രാഫ് ഇതല്ലേ? അപ്പോൾ ഈ ഗ്രാഫിൽ ഓരോ പോയിന്റുകൾ എന്താണെന്നൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. ഗ്രാഫിലെ പ്രൊപ്പോർഷൻ ലിമിറ്റ്, ഈൽഡ് ലിമിറ്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണേ. സോ നമ്മുടെ സമയം അധികമായി പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. സോ ഞാൻ പറയുകയാണ് അടുത്തത് 2 ലിക്വിഡ്സ് ഓഫ് ഡെൻസിറ്റീസ് 2 റോ ആൻഡ് റോ നോക്കണേ. So listen, 2 liquids of densities 2 rho and rho having their volumes in the ratio 3:2 are mixed together. Density of the mixture ആണ് ചോദിച്ചിരിക്കുന്നത്. എടാ മക്കളെ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ മാസ്, മിക്സ്ചർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. സോ ടോട്ടൽ മാസ് m1 പ്ലസ് m2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം 2 ലിക്വിഡ്സ് ഓഫ് ഡെൻസിറ്റി, ഒരാളുടെ ഡെൻസിറ്റി 2 റോ ആണ്, മറ്റവൻ്റേത് റോ ആണ്. അവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ 3:2 ആണ്. അപ്പോൾ വോളിയം v1 ഉം v2 നമുക്ക് 3v ആക്കി എടുക്കാം അല്ലേ? സോ വാട്ട് ഈസ് മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിൻ്റെ വോളിയം. അപ്പോൾ ρ1 ഇൻറ്റു v1 പ്ലസ് ρ2 ഇൻറ്റു v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 എന്ന് വരും. ഡെൻസിറ്റി 2 റോ ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ നമുക്ക് 3v എടുക്കാം. റോ ഇൻറ്റു v2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2v എടുക്കാം. 3v പ്ലസ് 2v എത്രയാണ്? 5v എന്ന് വരും അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിൽ v കോമൺ ആക്കി എടുത്ത് കട്ട് ചെയ്താൽ 2 റോ ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 റോ പ്ലസ് 2 റോ ഡിവൈഡ് ബൈ 5 വരും. ദാറ്റ് വിൽ ഗീവ് 8/5 റോ. അതായത് മിക്സ്ചർ, ഡെൻസിറ്റി ഓഫ് മിക്സ്ചർ എന്നുള്ളൊരു സാധനം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ. അപ്പോൾ ഏത് ആൻസർ വരും? ഓപ്ഷൻ സി, 8/5 റോ. 8/5 റോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡെൻസിറ്റിയും വോളിയം തന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്ത് തരും? മാസും ഡെൻസിറ്റിയും തരും. വോളിയം തരാത്ത കേസ് ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ഒറ്റ ഇക്വേഷനുള്ളൂ. മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡിവൈഡ് ബൈ വോളിയം, ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എന്നുള്ളൊരു ഐഡിയ രീതിയിൽ മൂവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നോർമലി നമ്മൾ പഠിക്കുന്ന റിസൾട്ട് ഉണ്ട്. എന്താണത്? ഇതിലേതാ കറക്റ്റ്? നമ്മൾ പഠിക്കുന്ന റിസൾട്ട് എന്താ? P is equal to PA plus H rho G എന്നൊരു ഇക്വേഷൻ പഠിക്കുന്നില്ലേ? ഒരു ബോഡി H rho G എന്ന് പറയുക എന്താ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? ഗോജ് പ്രഷർ എന്ന് വിളിക്കാറുള്ളത്. വാട്ട് ഈസ് ഗോജ് പ്രഷർ?
ഈ PA എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു സാധനം നമ്മളൊരു ഇവിടെ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഫ്രം ഹിയർ ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന അതിൻ്റെ മൊത്തം വെയിറ്റ് ഈ H ഹൈറ്റിലുണ്ട്. ഞാൻ ചോദിക്കുകയാണ് ഇവിടെ അത് മാത്രമല്ല ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ട്. സോ ഈ താഴത്തുണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ. സോ അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു PA പ്ലസ് H റോജിൽ P മൈനസ് PA എന്ന് വിളിക്കുന്നവരാണ് H റോജി അല്ലെങ്കിൽ ഗോജ് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ വിളിക്കുന്നവരാണ് എന്ത്, ഗോജ് പ്രഷർ. ആൻസർ ഏതാ? ഓപ്ഷൻ സി വരും അല്ലേ. ആൻസർ ഈസ് ഓപ്ഷൻ സി. അതേ മോഡലൊരു ചോദ്യം. അറ്റ് എ ഡെപ്ത് 500 മീറ്റർ ഇൻ ആൻ ഓഷ്യൻ വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് പ്രഷർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് പറയാം P is equal to PA പ്ലസ് H റോജി അല്ലടാ, PA പ്ലസ് H റോജി. സോ PA എന്ന് പറയുന്ന സമയത്ത് ATM നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്ലസ് H റോജി എന്ന് പറയുന്ന സമയത്ത് Hന്റെ വില എത്രയാണ്? 500. ഡെൻസിറ്റി 1.03 into 10⁻³ ഞാൻ അപ്രോക്സിമേറ്റ്ലി 10⁻³ എന്ന് എഴുതുന്നു. 1.03 into 10⁻³ ഡെൻസിറ്റി ഓഫ് സീ വാട്ടറിനെ 1.03 into 10⁻³ അപ്രോക്സിമേറ്റ്ലി 10⁻³ എഴുതുന്നു. ഇൻറ്റു GA ഞാൻ 10 എന്ന് എഴുതുന്നു. അപ്പോൾ നമ്മളതിനെ പാസ്കലിലാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലത്. 10⁻5 വരും. 10⁻5 പ്ലസ് 50 into 10⁻5 വരും. അപ്പോൾ നമുക്ക് 51 into 10⁻5 പാസ്കൽ വരും. അപ്രോക്സിമേറ്റ്ലി 51 ATM എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. സോ ഏകദേശം നമുക്ക് എന്ത് പറയാം? 52 ATM എന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റും. ഏകദേശം 52 ATM എന്ന് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. ഒക്കെ പ്യുവർ കാൽക്കുലേഷൻ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മകളെ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈ ചോദ്യം നോക്കണേ. ദ യൂട്യൂബ് ഇൻ ഫിഗർ കണ്ടെയ്ൻസ് 2 ഡിഫറെൻറ്റ് ലിക്വിഡ്സ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നുണ്ട്. വാട്ടർ ഇൻ ദ റൈറ്റ് ആം ആൻഡ് ഓയിൽ ഓഫ് അൺനോൺ ഡെൻസിറ്റി ρx ആണ്. ഇൻ ദ ലെഫ്റ്റ് ഇവിടുത്തെ ഡെൻസിറ്റി നമുക്കറിയില്ല, ഇവൻ്റെ ഡെൻസിറ്റി നമുക്കറിയില്ല. ഡെൻസിറ്റി ഓഫ് ദ ഓയിലാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം സ്റ്റാറ്റിക് കണ്ടീഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഉണ്ടാകുന്ന പോയിന്റിലെ പ്രഷറും ഈ വാട്ടറിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടാകുന്ന പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. സോ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന നമുക്ക് ഇതിനെ 1 എന്ന് വിളിക്കാം, ഇതിനെ 2 എന്ന് വിളിക്കാം. സോ നമുക്കറിയാം ഒരൊറ്റ സെയിം ലിക്വിഡിൽ എക്സൈഡ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ വാട്ടറിൻ്റെ ആ പോയിന്റ് ഉണ്ടാകുന്ന പ്രഷറും ഈ പോയിന്റ് ഉണ്ടാകുന്ന പ്രഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് അവിടെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം അതിനെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം? സോ ഞാൻ പറയുകയാണ് അവിടുത്തെ പ്രഷറിനെ നമുക്ക് P1 ക്യാൻ ബി ഇക്വേറ്റഡ് ടു P2. P1 ക്യാൻ ബി ഇക്വേറ്റഡ് ടു P2. അപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടുന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാകുന്ന ലെങ്ത് ഇത്രയും ഹൈറ്റ്. സോ ഇത്ര വേണ്ടതേ, ഇത്ര വലിയ ഹൈറ്റ് ഉള്ളൂ. ഇത്ര ഹൈറ്റിലാണ് ലിക്വിഡ് ഉള്ളത്. സോ ഇത് L. ഈ L എത്രയാ? 135 മില്ലിമീറ്റർ. ഈ D എത്രയാ? ഈ D എന്ന് പറയുന്നത് 15 മില്ലിമീറ്റർ. സോ ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാ അറിയോ? ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്കുള്ള ദൂരം 135 പ്ലസ് 15 എന്ന് പറയുമ്പോൾ 150 മില്ലിമീറ്റർ. ഈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 135 മില്ലിമീറ്റർ. സോ രണ്ട് സൈഡും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലേ, ഇവിടെയും PA ഉണ്ട്. അപ്പോൾ നമുക്ക് P1 ഇക്വേഷൻ ചെയ്താൽ PA പ്ലസ് H1 ഇൻറ്റു ρ1 ഇൻറ്റു G ഇസ് ഈക്വൽ ടു PA പ്ലസ് H2 ഇൻറ്റു ρ2 ഇൻറ്റു G. കോമൺ ടൈംസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യണം. കോമൺ ടൈംസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? ഇത് നമുക്ക് ക്യാൻസൽ ആവുന്നു. G ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് H1 ρ1 ഇസ് ഈക്വൽ ടു H2 ρ2 എന്നുള്ള റിലേഷനിലേക്ക് വരില്ലേ? H1 ρ1 ഇസ് ഈക്വൽ ടു H2 ρ2. ഞാൻ പറയാണ് ഈ ഒരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇത് നമുക്ക് ρ1 എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് 150 മില്ലിമീറ്റർ. രണ്ട് സൈഡും മില്ലിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ മാറ്റേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. സോ 150 ഇൻറ്റു ഡെൻസിറ്റി ρ1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പുറത്ത് തരാം 135 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് അവിടെ വാട്ടറിലടാ, വാട്ടർ ആവുന്ന സമയത്ത് ഇൻറ്റു 10⁻3. അപ്പോൾ ρ1 ഇസ് ഈക്വൽ ടു 135 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 150 വരും. 135 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 150 വരും. 135 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 150. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് നോക്കടാ. 5 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 വരും, ഇവിടെ എത്ര വരും? 20 വരും. അതുപോലെ ഈ 135 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 15-ൽ 3 വരും. 3 വരിക? കാൽക്കുലേറ്റർ ആണോ? വേണ്ട. 43 ഇൻറ്റു 20. അപ്പോൾ നമുക്ക് ഏകദേശം റേഞ്ച് എത്രയുടെ വരിക? 15-ൽ 5 അല്ലേ വരിക? വെരി സോറി. ഇവരെ സംശയം അതാണ്, നീറ്റ് എക്സാമിന് മഴ പെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനതിനിപ്പോൾ മറുപടി കൊടുത്തില്ല. 45 അല്ലേ വരിക? 45 ഇൻറ്റു 20. 45 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 900 കിലോഗ്രാം
അല്ലേ 900. ഓപ്ഷൻ ഡി അല്ലേ കിട്ടുന്നത്? ഓപ്ഷൻ ഡി അല്ലേ കിട്ടുന്നത്? യെസ്. അതേ ഒരു ചോദ്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേഗം. In a YouTube experiment, a column AB of water is balanced by a column of CD of paraffin. The relative density of paraffin. മക്കളെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ നമുക്കിവിടെ യൂട്യൂബ് എക്സ്പെരിമെന്റ് AB ഓഫ് വാട്ടർ ഇസ് ബാലൻസ്ഡ് ബൈ CD. അപ്പോൾ ഇവിടെ ബാലൻസ് ആവണം എന്ത് ചെയ്യണം? ഇവിടെ വെള്ളത്തിന്റെ അളവ് പ്രഷർ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ പ്രഷർ കൂടുതലാണെങ്കിൽ പ്രഷർ കുറഞ്ഞ ഭാഗം പൊന്തി കിടക്കൂലേ, പ്രഷർ കൂടുതലുള്ള ഭാഗം താഴത്തേക്ക് പോകും, പ്രഷർ കുറഞ്ഞ ഭാഗം മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ഈ 2 പോയിന്റ്സ് എടുക്കും, ഈ 2 പോയിന്റ്സ് എടുക്കും. ഇവിടുത്തെ പ്രഷർ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ പോലെ നമുക്ക് എന്ത് കിട്ടും? H1 ρ1 G is equal to H2 ρ2 G എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് സാർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA രണ്ട് സൈഡ് എഴുതണം, അത് ക്യാൻസൽ ചെയ്ത് പോകില്ലേ? അതുകൊണ്ട് നമുക്ക് H1 ρ1 G is equal to H2 ρ2 G. ഈ G ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ ρ1 എടുത്തിരിക്കുന്നത് നിങ്ങൾ എന്താ? AB-യിലാണ് വെള്ളം. അപ്പോൾ H2 എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇതാണ് പാരാഫിൻ. ഇതിന് P എന്ന് കൊടുക്കാം. സോ H1 ഇൻറ്റു റോ P ഇസ് ഈക്വൽ ടു H2 ഇൻറ്റു റോ വാട്ടർ ആണ്. നമുക്ക് റിലേറ്റീവ് അല്ലേ? ഇപ്പോൾ റോ P ഡിവൈഡ് ബൈ റോ വാട്ടർ ഇസ് ഈക്വൽ ടു H2 ഡിവൈഡ് ബൈ H1 എന്ന് വരും. H2 ഡിവൈഡ് ബൈ H1. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ ശ്രദ്ധിക്കണം, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എന്താണ്? വാട്ടർ ആണ്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവരുത്? മാറരുത്. ക്ലിയർ? അതേപോലെ എ ബോൾ ഈസ് മേഡ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് ഡെൻസിറ്റി റോ, ഡെൻസിറ്റി ഓഫ് ഓയിൽ, ഡെൻസിറ്റി ഓഫ് ബോൾ, ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓയിലിൻ്റെ ഡെൻസിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ ബോളിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ആരാണ്? വെള്ളമാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്? ഓയിലും വാട്ടറും ഇമ്മിസിബിൾ ഫ്ലൂയിഡ്സ് ആണ്. ഇഫ് ദ എബോവ് ബോഡീസ് ഇൻ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ഇതിൽ ഏത് ഫിഗറാണ് സാറ്റിസ്ഫൈഡ് ആവാന്ന് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഫിഗർ നോക്ക് നിങ്ങൾ. ഇവിടെ നിങ്ങളെ മനസ്സിലേക്ക് വേണ്ടത് ഡെൻസിറ്റി ഓഫ് വാട്ടർ കൂടുതലാണ്, ഡെൻസിറ്റി ഓഫ് ബോൾ അതിനെക്കാട്ടിയും കുറവാണ്, ഏറ്റവും കുറവ് ഓയിലിനാണ്. ആർക്കാണോ ഡെൻസിറ്റി കുറവ് അയാൾ മുകളിലും ഡെൻസിറ്റി കൂടിയവൻ താഴത്തുക്കല്ലേ ഉണ്ടാവുക അല്ലേ? ഡെൻസിറ്റി കൂടിയവൻ എവിടെ ഉണ്ടാവും? ഏറ്റവും മുകളിൽ. ഡെൻസിറ്റി കുറഞ്ഞവൻ ഡെൻസിറ്റി കൂടിയവൻ താഴത്തേക്ക് വരും. അപ്പോൾ പകുതി ഉള്ള ബിറ്റ്വീൻ ഉള്ളത് അതിൻ്റെ നടുവിലുണ്ടാവും. നോക്കുക ഇതിൽ ഏത് ആൻസറാണ് വരിക? ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ബോൾ, എല്ലാ സിറ്റുവേഷനിലും ഇതാണ് ബോൾ. അപ്പോൾ ഏതാ വരിക? ഒന്ന് ആലോചിച്ച് പറയടാ. ഒന്ന് ആലോചിച്ച് പറ, ഏതാ വരിക? 1 സെക്കൻഡ്. ഏതാ മക്കളെ വരിക? ഒന്ന് ആലോചിച്ച് വേഗം ആൻസർ പറയൂ. വേഗം പറ. ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? വെള്ളത്തിന്. വെള്ളടിയിൽ അതിൻ്റെ മുകളിൽ ബോൾ, അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും ഓയിലായിരിക്കും. സോ ഈ സർഫസിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇതല്ലേ പറയാം? ഇതല്ലേ ആൻസർ വരിക? യെസ് ഇറ്റ് ഈസ്. അതുപോലെ ഈ ഒരു ചോദ്യം നോക്കണേ. മെർക്കുറി ഈസ് ഫിൽഡ് ഇൻ എ ട്യൂബ് ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ അപ് ടു എ ഹൈറ്റ് ഓഫ് 30 സെൻറ്റിമീറ്റർ. ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ മെർക്കുറി ഓൺ ദ ബോട്ടം ഓഫ് ദ ട്യൂബ്. ഒരു മെർക്കുറി ഒരു 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ട്യൂബിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ മെർക്കുറി ഓൺ ദ ബോട്ടം. സോ ഇതിവിടെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ നമുക്കറിയാം. ഇതിൻ്റെ ഏരിയ എ ആണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ. സോ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് വരും. ഫോഴ്സ് എന്ന് പറയുന്നത് വരിക പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ വരിക? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ അവിടെ എക്സൈഡ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രഷർ ഹിയർ? പ്രഷർ എന്ന് പറഞ്ഞാൽ P0 ഇൻറ്റു H ρg അല്ലേ? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇതിൻ്റെ ഹൈറ്റ് H ആണ്, ഡെൻസിറ്റി റോ ആണ്, ജിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഒരു ഡെൻസിറ്റി താഴത്തേക്ക് കുറഞ്ഞ മുകളിൽ. അപ്പോൾ P is equal to P0 പ്ലസ് H ρg വരും. സോ ആദ്യം നിങ്ങൾ അവിടെ പ്രഷർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഇവിടെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു ഏരിയ. സോ വാട്ട് ഈസ് യുവർ P0ൻ്റെ വാല്യൂ എത്രയാ? P0 നമുക്ക് 10⁵ എടുക്കാം. ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ, അതിനെ മാറ്റാം. ദെൻ ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് മെർക്കുറി 1.36 ഇൻറ്റു 10⁴ അല്ലെങ്കിൽ 13.6 ഇൻറ്റു 10⁵ ഇൻറ്റു G 10 എടുക്കാം. ഇൻറ്റു ഏരിയ πr² ആണ്. പൈയുടെ വാല്യൂ 22/7 ആണ്. റേഡിയസ് 2 സെൻറ്റിമീറ്ററാണ്.
അപ്പോൾ അതിൻ്റെ സ്കോർ എടുക്കുമ്പോൾ 4 × 10⁻⁻⁴ ഉണ്ടാവും. ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാനുള്ള കോൺസെപ്റ്റ് മാത്രം സംസാരിക്കുന്നുള്ളൂ കേട്ടോ. സോ ഇങ്ങനെ ഒരു H ഹൈറ്റിലുള്ള ഒരു ബോൾ മെർക്കുറി ഉണ്ട്, ഒരു ലിക്വിഡ് ഉണ്ട്. അതിൻ്റെ താഴത്ത് എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെ താഴത്തുണ്ടാകുന്ന പ്രഷർ എന്താ? P0 + H⁻g × A എന്ന് വരും. അപ്പോൾ നിങ്ങളവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ച് ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും വളരെ ഡയറക്റ്റ് ആൻസർ കിട്ടുന്ന സംഭവമായിരിക്കും. ഓക്കെ, അതുപോലെ ഇത് നോക്കണേ. എ ഹൈഡ്രോളിക് പ്രസ് കണ്ടെയ്നിങ് വാട്ടർ ഹാസ് 2 arms with diameters as mentioned in the figure. A force of 10 Newton is applied on the surface of water in the thinner arm. The force required to be 177 ആണ്. എക്സാക്ട്ലി 177 അതിൻ്റെ റേഞ്ച് വരിക. So the force required to be applied on the surface of water in the thicker arm to maintain the equilibrium. പ്രഷർ ഇവിടെ രണ്ട് സ്ഥലത്തും ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഈക്വൽ ആവണമെങ്കിൽ F1 / A1 is equal to എന്തായിരിക്കണം? F2 / A2 ആയിരിക്കണം. F1 / A1ൻ്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കണം? F2 / A2ന് ഈക്വൽ ആയിരിക്കണം. 177 നമുക്ക് പറയാം. ഇത്ര ഹൈറ്റ് താഴെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് പ്രഷറാണ്. ആ ലിക്വിഡ് മാത്രം എക്സൈഡ് ചെയ്യുന്ന പ്രഷറാണ് ഗോജ് പ്രഷർ അല്ലേ. അപ്പോൾ F1 / A1 is equal to F2 / A2. A1 എന്ന് പറഞ്ഞാൽ എന്താ? F1 is equal to ഏരിയ എന്ന് പറഞ്ഞാൽ πr². ഇവിടെ ഡയമീറ്റർ വാട്ടവർ. R എന്ന് പറഞ്ഞാൽ D/2. അപ്പോൾ D1² / 4 ഉണ്ടാവും. അതേപോലെ ഇവിടെ F2 is equal to π × D2² / 4 ഉണ്ടാവും. ഇവിടെ രണ്ട് സൈഡും കോമൺ ടേംസ് ഉള്ളത് കൊണ്ട് ഈ ടേംസ് അങ്ങനെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് F2 അല്ലേ. ഇവിടെ തിക്കർ ആമിൽ എക്സൈഡ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് F2 എന്ന് വിളിക്കാം, ഇതിനെ F1 എന്ന് വിളിക്കാം അല്ലേ. സോ F2 എന്ന് പറഞ്ഞാൽ F1 × D2 / D1² വരില്ലേ. F1ൻ്റെ വാല്യൂ 10 ആണ്, D2 14 ആണ്, D1 1.4 ആണ്. അപ്പോൾ 14. സോ 1.4 14ൽ 10 പ്രാവശ്യം പോവും. 10ൻ്റെ സ്ക്വയർ 100 ആണ്. 100 × 10 ചെയ്യുമ്പോൾ നമുക്ക് 1000 എന്ന് കിട്ടും. 1000 ന്യൂട്ടൺ എന്നുള്ള ആൻസറിലേക്ക് എത്തും. 1000 ന്യൂട്ടൺ. Then okay, an ideal fluid in laminar flow through a pipe of non-uniform diameter. The maximum and minimum diameter of the pipe 6.4 അതേപോലെ 4.8 cm. The ratio of minimum and maximum velocities of fluid in this pipe ആണ് ചോദിച്ചിരിക്കുന്നത്. എടാ മക്കളെ, റേഡിയസ് ഡയമീറ്റർ ഡിഫറൻസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഡയമീറ്റർ കൂടിയ സ്ഥലത്ത് എന്താ സംഭവിക്കുക? കണ്ടിന്യൂയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കണ്ടിന്യൂയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. AV is a constant. AV എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഏരിയ കൂടുതലുള്ളിടത്ത് സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഇവിടെ ഡയമീറ്റർ ആർക്കാണോ കൂടുതൽ, ഡയമീറ്റർ കൂടുതലുള്ളിടത്ത് എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. നിങ്ങൾ പറ, ഇവിടെ മാക്സിമം ആൻഡ് മിനിമം ഡയമീറ്റർ മാക്സിമം 6.4 ആണ്, മിനിമം 4.8 ആണ്. സോ ഇവിടെ ഇത് എത്രയാണ്? 6.4 അല്ലേ, 6.4 ആണ്. ഇതിൻ്റെ ഡയമീറ്റർ 4.8 ആണ്. അപ്പോൾ ഇവിടെ സ്പീഡ് മാക്സിമം ആയിരിക്കും, ഇവിടെ സ്പീഡ് മിനിമം ആയിരിക്കും അല്ലേ. സോ A1 V1 is equal to A2 V2 എന്നുള്ള റിസൾട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. സോ റേഷ്യോ ഓഫ് മിനിമം ആൻഡ് മാക്സിമം വെലോസിറ്റീസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദിസ് പൈപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും മാക്സിമം വെലോസിറ്റി ഇൻറ്റു ചെറിയ ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? πr². ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ πd² എന്ന് എഴുതാം. അപ്പോൾ d² എടുക്കാം, ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്തു. 4.2 ഹോൾ² is equal to വെലോസിറ്റി മിനിമം ഇൻറ്റു 6.4 ഹോൾ² എഴുതി കൂടെ. ഇവിടെ മക്കളെ ഏരിയ എന്ന് പറഞ്ഞാൽ πr². ആ റേഡിയസ് നമുക്ക് D/2 എന്ന് കൊടുക്കുകയാണെങ്കിൽ πd²/4 എന്ന് വരും. ഈ π/4 രണ്ട് സൈഡ് ഉണ്ടാകുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് ദ മിനിമം ടു മാക്സിമ ചോദ്യം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കിവിടെ മിനിമം ടു മാക്സിമം എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് മിനിമം / വെലോസിറ്റി ഓഫ് മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരിക? 4.8 / 6.4 ഹോൾ² എന്ന് വരും അല്ലേ. അപ്പോൾ 48/64 48/64 നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം 24 / 32 24/30 കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 16 12 8 6 4 3. അപ്പോൾ 9/16 9/16. ഓപ്ഷൻ A is the right answer. ഓപ്ഷൻ 1 അല്ലേ റൈറ്റ് ആൻസർ? യെസ്. ഓപ്ഷൻ 1 is the right answer. Yes. So guys,
എല്ലാം നമ്മൾ സമയം കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്ററോട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഗൈസ്. ഇനി അങ്ങോട്ടേക്ക് ഉള്ള സമയങ്ങൾ വളരെ ഒരു ദിവസം കൂടി നമ്മളെ മുന്നിലുള്ളൂ. സോ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഈ പ്രാവശ്യം ഈ നീറ്റ് നമ്മൾ കൊണ്ടുപോകില്ലേ അല്ലേ മക്കളെ? ഈ നീറ്റ് അല്ലേ, നീറ്റ് 2025 അത് നമുക്ക് സ്വന്തം അല്ലേ? നീറ്റ് 2025 നമുക്ക് സ്വന്തമാക്കുന്ന രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക മക്കളെ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഇത് നമ്മുടെ ദിവസമാണ്, നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളെ ഡേ തന്നെയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഡേ ആയിരിക്കും. നമ്മളെ ഡേ ആയാൽ മാത്രം മതി മക്കളെ. എക്സാമുകളിലൊക്കെ ഒന്ന് കുറച്ച് നേരത്തെ എത്തിക്കൊള്ളുക, വെറുതെ ഹറിബറി ആക്കരുത്, കൂളാവുക. എന്താണോ എക്സാമിന് പറഞ്ഞിരിക്കുന്ന ഡ്രസ് കോഡ് അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമുകളിലേക്ക് എത്തുക. അനാവശ്യമായിട്ട് ഒരു സ്റ്റൈലോ കാര്യങ്ങളോ ഫോളോ ചെയ്യേണ്ട. എക്സാം കാം ആൻഡ് ക്വയറ്റായിട്ട് എഴുതുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. കുറച്ച് കാമായിട്ട് ക്വയറ്റായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും അതന്നെ ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു. 2025 നീറ്റ് ബാച്ചിനോട് വിട പറയുന്നു. സോ നന്നായി വാ എല്ലാവരും നന്നായി വാ. താങ്ക് യു ഗൈസ്. ബൈ.
Good evening, good evening, good evening, guys. Good evening. Good evening, guys. Good evening. Yeah. Good evening, all. Good evening, good evening, good evening, guys. So, നോക്കടാ 2025 നീറ്റ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സൈലം യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്ന ഫിസിക്സ് ക്ലാസിന്റെ അവസാനത്തെ സെഷനാണ്, അവസാനത്തെ ഫാക്കൾട്ടിയാണ്, അവസാനത്തെ 3 ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ആദിൽ സാറിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കുട്ടികളുടെയും ടെൻഷനും ആവലാതികളൊക്കെ ഇങ്ങനെ ചാറ്റ് ബോക്സിൽ പറയുന്നത് കേട്ടു. മറ്റന്നാൾ പരീക്ഷയാണ്, അങ്ങനെ പറ്റുന്നില്ല, ഇങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. പക്ഷേ നിങ്ങൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഒരു നീറ്റ് ആസ്പിരന്റ് പഠിക്കേണ്ട ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ പല ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്കിനി ചെയ്യാനില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരാൻ പോകുന്ന എക്സാമിനേഷനിൽ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ആലോചിച്ചാൽ മതി. സി ഗൈസ്, അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മളെ കയ്യിലല്ല. നമ്മളെ കയ്യിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ടെൻസ്ഡ് ആവണം. അപ്പോൾ നമുക്കതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ചെയ്യണം. നമ്മുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളിൽ വല്ലാതെ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കൺട്രോളിലല്ലല്ലോ. നമ്മളതിൽ ടെൻഷൻ അടിച്ചിട്ട് അതിൻ്റെ ഔട്ട്കം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും പ്രിപ്പയർ ചെയ്യുക, സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാമിനേഷൻ ബാക്കിയുള്ള റിസൾട്ടൊക്കെ നമുക്ക് ലീവ് ദ റെസ്റ്റ് അപ് ടു ഡെസ്റ്റിനി. ഇനി നമുക്ക് 3 ചാപ്റ്റർ ആണുള്ളത്. 3 സിമ്പിൾ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഹിയർ വി ഗോ. ദ ഫസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ദ ലാസ്റ്റ് സെഷൻ ഓഫ് മാരത്തോൺ ലൈവ് നീറ്റ് 2025. നോക്കടാ, 2020 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത്. നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ EMF കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടൈപ്പ് ചോദ്യം. EMF കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടൈപ്പ് ചോദ്യം. അതിൽ ആവറേജ് EMFും ഇൻസ്റ്റന്റേനിയസ് EMFും. ഇൻസ്റ്റന്റേനിയസ് EMF ആണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ചോദ്യമാണിത്. വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ചോദ്യമാണിത്. ഉറപ്പാണ് മക്കളെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ EMF കണ്ടുപിടിക്കാനുണ്ടാവും. അത് ഒന്നുകിൽ ആവറേജ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ്. ഒന്നുകിൽ EMF കണ്ടുപിടിക്കാനല്ല, EMF കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും. അത് ആവറേജ് ആവാം, ഒന്നുകിൽ ആവറേജ് ആവാം അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആവാം. ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ ദേ വിൽ ഗിവ് എ function and you have to differentiate it, and EMF is equal to minus of d phi by dt. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക്, ഓ മൈ ഗാഡ്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് ഓഫ് 10t + 3 എന്ന് കിട്ടും. ശരിയല്ലേ? ഏത് ഇൻസ്റ്റന്റിലെ EMF ആണ് നമുക്ക് വേണ്ടത്? ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കോയിൽ 4th സെക്കൻഡ്. അപ്പോൾ ടിക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 10 × 4 + 3. അപ്പോൾ നമുക്ക് 43 വോൾട്ട് എന്ന് കിട്ടും. 43 വോൾട്ട് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ടൈപ്പ് എവിടുന്നാ വരിക എന്ന് പറയടാ. EMFിൻ്റെ തന്നെ, ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ തന്നെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ലെൻസസ് ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ തന്നെ സംതിങ് എന്താ പറയുക, കുറച്ച് ട്രിക്കി ആയ ടൈപ്പ് ചോദ്യം ഉണ്ടാവും. അതിൽപ്പെട്ടൊരു ചോദ്യം 2016 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇസ് റെസ്ട്രിക്റ്റഡ് വിത്തിൻ ദ റീജിയൻ ഓഫ് റേഡിയസ് ആർ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്ലക്സ് ചേഞ്ച് ഇസ് dB/dt ഇൻ ലൂപ്പ് 1. അപ്പോൾ ലൂപ്പ് 1 ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. ഇനി നമ്മൾ ഒരു സർക്കിൾ ഏരിയ, ഇതിൻ്റെ ഫ്ലക്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിൽ ഒരു സ്ക്വയർ ഷേപ്പിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇത്രയും ഭാഗത്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏത് ഏരിയ ആണ് എടുക്കുക? ഏരിയ ഓഫ് ദ സർക്കിൾ ആണോ ഏരിയ ഓഫ് ദ സ്ക്വയർ ആണോ എടുക്കേണ്ടത്? നമ്മൾ സർക്കിളിൻ്റെ ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിൻ്റെ ഫ്ലക്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സർക്കിളിൻ്റെ ഫ്ലക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ സർക്കിളിൻ്റെ ഏരിയ എടുക്കണോ അല്ല അതിൻ്റെ ഉള്ളത്തെ സ്ക്വയറിൻ്റെ ഏരിയ എടുക്കണോ? സർക്കിളിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ, സർക്കിളിൻ്റെ അല്ലെ സ്ക്വയർ ഏതാ? സർക്കിളിൻ്റെ ഫ്ലക്സ് ആണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ ആണോ അല്ല സ്ക്വയറിൻ്റെ ഏരിയ ആണോ? സ്ക്വയറിൻ്റെ ഏരിയ എടുക്കണം ഓഫ് കോഴ്സ്. കാരണം എന്താ, നമ്മൾ ഏരിയ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ലൂപ്പ് അല്ല, ഏരിയ ഓഫ് ദ
മാഗ്നറ്റിക് ഫീൽഡ് റീജിയൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എത്ര റീജിയൻ ഉണ്ടോ അത്രയും ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഈ സർക്കിൾ മുഴുവൻ ഫീൽഡ് ഉണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് സർക്കിളിൻ്റെ ഏരിയ ആണ്. കാരണം എന്താ, മാഗ്നറ്റിക് ഫീൽഡുള്ള ഏരിയയും ആക്ച്വൽ സർക്കിളിൻ്റെ ഏരിയയും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ടത് ഒരു ലൂപ്പാണ്. ആ ലൂപ്പിൻ്റെ ഏരിയനേക്കാൾ ചെറിയ ഏരിയയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള അത്രയും ഏരിയ ആണ് നിങ്ങൾ ഫ്ലക്സിൽ എടുക്കേണ്ടത് കേട്ടോ. ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഹിയർ. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ഫിഗർ, ദെൻ ദ ഇ എം എഫ് ജനറേറ്റഡ് ഇൻ. ഇ എം എഫ് ജനറേറ്റഡ് എവിടെക്കാണ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ലൂപ്പ് 2 ഇ എം എഫ് ഉണ്ടാവില്ല. കാരണം എന്താ, ലൂപ്പ് 2 ഫ്ലക്സ് 0 ആണ്. ലൂപ്പ് 2 ഫീൽഡ് ഇല്ല. ലൂപ്പ് 1 മാത്രമേ ഫീൽഡ് ഉള്ളൂ. അപ്പോൾ ലൂപ്പ് 1 ഇ എം എഫ് എന്തായിരിക്കടാ, ലൂപ്പ് 1 ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഏരിയ എടുക്കുമ്പോൾ വലിയ സർക്കിളിൻ്റെ ഏരിയ എടുക്കണോ ചെറിയ സർക്കിളിൻ്റെ ഏരിയ എടുക്കണോ? ചെറുതിൻ്റെ ഏരിയ എടുക്കണം. കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള അത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ചെറിയ സർക്കിളിലായതുകൊണ്ട് പൈ സ്മോളർ ആർ സ്ക്വയർ. അതാണ് ഇതിൽ ഒന്നാമത്തെ കോയിൽ ഇ എം എഫ് ഉണ്ട്, രണ്ടാമത്തെ കോയിൽ 0 ആയിരിക്കും. സോ മൈനസ് ഓഫ് ഡി ബി ബൈ ഡി ടി പൈ ആർ സ്ക്വയർ ഇൻ ലൂപ്പ് 1 ആൻഡ് 0 ഇൻ ലൂപ്പ് 2. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നോക്കൂ, ഇൻഡ്യൂസ് ഇ എം എഫ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 2010 ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പഴയതാണ്, മീൻസ് ചോദിച്ച ഇയർ പഴയതാണെങ്കിലും കൺസെപ്റ്റ് ഇറ്റ്സ് വെരി വെരി റെലവൻറ്റ്. ഇത് പല എക്സാമിനും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റാണ് ഗൈസ്. അപ്പോൾ നോക്കൂ, എ സർക്കുലർ ലൂപ്പ് കണ്ടെയ്നിങ് loop is placed in a uniform magnetic field of field strength is given 0.025 Tesla within the plane perpendicular to the plane of the loop. The radius of the loop is made to shrink at a constant rate of 1 millimeter per second. The induced EMF when radius is 2 centimeter is. നോക്കൂ, ഒരു ലൂപ്പ്. ഈ ലൂപ്പ് ഇങ്ങനെ ചെറുതായി വന്നുകൊടുക്കുക. അങ്ങനെ അപ്പോൾ ഈ ലൂപ്പ് ചെറുതാവുന്നത് ഈസ് വിത്തിൻ ദ റീജിയൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ലൂപ്പ് ഇങ്ങനെ ചെറുതാവുന്നത്. അപ്പോൾ അവിടെ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ടി ബൈ ഡി ടി ഓഫ് ഫ്ലക്സ് എന്താ വരിക, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു പൈ ആർ സ്ക്വയർ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു പൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ. ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2r വരും. 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. 2r dr by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് ആണ്. അപ്പോൾ അതിങ്ങനെ ഷ്രിങ്കായി വരിക എന്ന് പറയില്ലേ, ചുരുങ്ങി വരിക എന്ന് പറയില്ലേ. ആ ചുരുങ്ങി വരുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര റേഡിയസ് ചെറുതാവുന്നുണ്ട്. ഇപ്പം 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് റേഡിയസ് ചെറുതാവുന്ന റേറ്റ് എന്ന് വിചാരിച്ചോ. ഇവിടെ ഇപ്പോൾ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ് മെയ്ഡ് ടു ഷ്രിങ്ക് അറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് 1 millimeter per second. 1 millimeter per second റേറ്റിലാണ് റേഡിയസ് ചെറുതാവുന്നത്. അപ്പോൾ 1 millimeter per second എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും റേഡിയസ് 1 millimeter വെച്ച് ചെറുതാവും. അപ്പോൾ ഇപ്പോൾ 6 millimeter ആണെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ 5 millimeter ആവും, ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ 4 millimeter ആവും, 2 അങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അത് റേഡിയസ് കുറയുന്ന റേറ്റ് ആണ്. സോ മൈനസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 0.025 നമുക്കതിനെ 25 ഇൻറ്റു 10⁻⁻⁰ -3 ഇൻറ്റു പൈ ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് എത്രടാ, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ഇൻറ്റു 10⁻⁻, സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ -2. റെഡി അല്ലേ? ഞാൻ അടുത്ത ഷീറ്റിലേക്ക് എഴുതാം, കാരണം ഇവിടെ സ്ഥലം തികയത്തില്ല. അപ്പോൾ നോക്കൂ, ഇ എം എഫ് ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ എടാ, പൈ മാഗ്നറ്റിക് ഫീൽഡ് 25 ഇൻറ്റു 10⁻⁻³ ഇൻറ്റു പൈ ഇൻറ്റു 2r, പൈ ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ്, 2 ഇൻറ്റു 10⁻⁻² ഇൻറ്റു റേഡിയസ് റേഡിയസ് ഷ്രിങ്ക് ചെയ്യുന്ന റേറ്റ് 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ dr ബൈ dt 1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 millimeter per second, millimeter per second. അപ്പോൾ dr ബൈ dt 1 millimeter ആണെങ്കിൽ 10⁻⁻³ ആണ്. അപ്പോൾ ഇവിടെ 25 ഇൻറ്റു 2 50 വരും, 50 ഇൻറ്റു 2 100 വരും. സോ ദാറ്റ് ഈസ് 100 ഇൻറ്റു 10⁻⁻³ -2 -3 -3 കൂടെ -6 -6ഉം -2ഉം കൂടെ -8 വരും. അപ്പോൾ 2 0ഉം -8ഉം കട്ട് ചെയ്താൽ ഇവിടെ -6 ആവും. ഇവിടെ ഒരു പൈ നമ്മൾ വിട്ടുപോയി, അപ്പോൾ ആ പൈയും കൂടെ ഉണ്ട്. അപ്പോൾ പൈ മൈക്രോ വോൾട്ട്, -6 മൈക്രോ അല്ലേ, അപ്പോൾ പൈ മൈക്രോ വോൾട്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സ്ലൈഡൊക്കെ ഇന്ന് അപ്ലോഡ് ആക്കുക ആയിഷ, എന്തിനെങ്ങനെ പേടിക്കുന്നത്?
സ്ലൈഡ് എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ അപ്ലോഡ് ആക്കാതെ ഇരുന്നിട്ടുണ്ടോ? സ്ലൈഡ് ഒക്കെ ഒന്ന് തന്നെ അപ്ലോഡ് ആക്കും കേട്ടോ. ഡോണ്ട് വെറി. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോവാം. റെഡി അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. The circular disk of radius 0.2 meter is placed in a uniform magnetic field induction 1 by pi in such that such a way that the axis make an angle of 60 degree with the field. The magnetic flux linked with the disk is flux is equal to B into A into cos theta. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് 1 by pi ആണ്. ഏരിയ പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ. ആർ എന്ന് പറയുമ്പോൾ 0.2 എന്ന് പറഞ്ഞാൽ 2 into 10 raised to minus 1 സ്ക്വയർ ചെയ്താൽ 4 into 10 raised to minus 2 into cos 60 1 by 2. പൈ ക്യാൻസൽ ചെയ്തു. 2ഉം 4ഉം കട്ട് ചെയ്താൽ നമുക്ക് 2 വരും. 2 into 10 raised to minus 2 that is 0.02. ഓപ്ഷൻ എ is the right answer. കിട്ടിയോ? അടുത്തത്. Magnetic flux through a circuit of resistance R is changed by delta phi and delta t. Total quantity of electric charge Q is passed through at a point. Yes. അപ്പോൾ നോക്കൂ, EMF is equal to d phi by dt അല്ലേ? EMF എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് is equal to d phi by dt. വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് d phi by dt. അപ്പോൾ റെസിസ്റ്റൻസിനെ താഴത്തേക്ക് കൊണ്ടുപോയാൽ കറണ്ട് is equal to delta phi by delta t into R. Current is equal to dq by dt, that is equal to delta phi by delta t into R. അപ്പോൾ delta t cancel ചെയ്താൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് is equal to 1 by R into delta phi. So 1 by R into delta phi. അപ്പോൾ delta phi by R, that is option B is the right answer. And one more thing, മോസ്റ്റ് ഇൻഡ്യൂസ്ഡ് EMF കാരണം ഫ്ലോ ചെയ്യുന്ന ചാർജ് ഇസ് ഇൻഡിപ്പെൻസ് അപ്പോൺ ടൈം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ഇൻഡിപ്പെൻസ് അപ്പോൺ ടൈം. ഫ്ലക്സ്, ചേഞ്ച് ഇൻ ഫ്ലക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കൂ, സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? സെൽഫ് ഇൻഡക്റ്റൻസ് ഇസ് ഈക്വൽ ടു ഫ്ലക്സ് പെർ യൂണിറ്റ് കറണ്ട്. Because flux is proportional to current, flux is equal to a constant into current. ആ കോൺസ്റ്റന്റ് ആണ് സെൽഫ് ഇൻഡക്റ്റൻസ് വരുന്നത്. ഓക്കെ. എ സർക്കുലാർ കോയിൽ ഓഫ് റേഡിയസ് R1 ആൻഡ് റേഡിയസ് R1 ആൻഡ് R2, 2 കണ്ടക്ടിങ് സർക്കുലർ ലൂപ്പ്. അപ്പോൾ ഒരു ലൂപ്പ് ഇവിടെ, ഒരു ലൂപ്പ് ഇവിടെ. ഒന്നിൻ്റെ റേഡിയസ് R1, മറ്റേതിൻ്റെ റേഡിയസ് R2. R1 ആണ് വലുത്, R2 ചെറുതാണ്. അപ്പോൾ ചെറുതിൻ്റെ റേഡിയസ് R2. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ഔട്ടർ കോയിലാണ് നമ്മൾ കറണ്ട് കൊടുക്കുക. ഔട്ടർ കോയിൽ കറണ്ട് കൊടുക്കും. ഔട്ടർ കോയിൽ കറണ്ട് കൊടുക്കുമ്പോൾ ഇന്നർ കോയിലിൽ ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഇന്നർ കോയിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ഏരിയ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സർക്കുലാർ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/2R1 into area of the coil, that is pi r square R2 square. കാരണം ഇന്നർ കോയിലാണ് ഫ്ലക്സ് ഉള്ളത്, ഔട്ടർ കോയിലാണ് നമ്മൾ കറണ്ട് കൊടുത്തത്. ഡിവൈഡഡ് ബൈ കറണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ കറണ്ടും ക്യാൻസൽ ചെയ്താൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഇസ് μ0 pi R2 square divided by 2R1. So self inductance is proportional to R2 square by R1. R2 square by R1. So that is option D is the right answer. Option D is the right answer. കിട്ടിയോ? അടുത്തത്. എ ലൈറ്റ് ബൾബ് ആൻഡ് an inductor coil is connected to an AC source through a key shown in the figure below. Key is closed after some time. An iron rod is inserted into the interior of the inductor. The glow of the bulb എന്താ സംഭവിക്കുക എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഗ്ലോ ഓഫ് ബൾബ് നോക്കൂ, ഈ ബൾബിൻ്റെ ഗ്ലോ കുറയ്ക്കുന്നത് ഈ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അഥവാ XL ആണ്. XL is equal to L ഒമേഗയാണ്. XL is equal to L ഒമേഗയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സോഫ്റ്റ് അയൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻഡക്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു പെർമിയബിലിറ്റി ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ കോയിലാണ്. അപ്പോൾ കോയിലിൻ്റെ അകത്തുള്ള മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിക്ക് പ്രൊപ്പോർഷനാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ കോയിലിൻ്റെ അകത്തുള്ള മീഡിയം മാറി സോഫ്റ്റ് അയൺ ആവുന്ന സമയത്ത് എയറിനേക്കാൾ എത്രയോ പെർമിയബിലിറ്റി കൂടുതലാണ് സോഫ്റ്റ് അയൺ. അപ്പോൾ സോഫ്റ്റ് അയണിൻ്റെ പെർമിയബിലിറ്റി കൂടുതലാകുമ്പോൾ ഇൻഡക്റ്റൻസ് കൂടും. ഇൻഡക്റ്റൻസ് കൂടുമ്പോഴാകുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടിയാൽ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. സോ ഡിക്രീസസ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2016 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ.
A long solenoid has 1000 turns when current of 4 ampere is flow through it. The magnetic flux linked with each turn. See, each turn ന്റെ ഫ്ലക്സ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഓർ നെറ്റ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ടു ഒരു കോയിൽ. നോക്കടാ, ഒരു കോയിലുള്ള ഫ്ലക്സ് ആണ് 4 × 10⁻³ 1000 കോയിലുകൾ ഉണ്ട് എങ്കിൽ 1000 ടേൺസ് ഉള്ള കോയിലിന്റെ ഫ്ലക്സ് എന്താ? 1000 × 4 × 10⁻³ നമുക്ക് എത്ര കിട്ടാ? 1 2 3 3 0 -3 ക്യാൻസൽ ആയി. വാവ്, 4. And self-inductance is equal to flux divided by current, that is equal to 4 divided by current is 4 ampere. Wow! Answer is 1 Henry. Nice question. തെറ്റിക്കോ മക്കളെ? ഇതൊക്കെ ചോദിച്ചാൽ പൊരിക്കൂല. നിങ്ങൾ ഇതൊക്കെ ചോദിച്ചാൽ ഓപ്ഷൻ സി is the right answer. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലത്തെ ഒരു ചോദ്യമാണ്. എ ലോങ് സോളിനോയിഡ് ഹാസ് 500 ടേൺസ് വെൻ ദ കറന്റ് ഓഫ് 2 ആംപിയർ ഇസ് പാസ്ഡ് ത്രൂ ഇറ്റ്. ദ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്. ഇത് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഐ എം സോറി, സിമിലർ ചോദ്യമല്ല, സെയിം ചോദ്യം. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ വിച്ച് പ്രൊഡ്യൂസസ് 5 വോൾട്ട് വെൻ കറന്റ് ചേഞ്ചസ് ഫ്രം 3 ആംപിയർ ടു 2 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻറ്റു di/dt ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 5 ഇസ് ഈക്വൽ ടു സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻറ്റു ചേഞ്ച് ഇൻ കറണ്ട് ഫൈനൽ. ഇവിടെ ഒരു പുറത്തൊരു മൈനസ് ഉണ്ട്. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ 2 - 3 ഡിവൈഡഡ് ബൈ 1 മില്ലി സെക്കൻഡ് ആണ് 10⁻³ അപ്പോൾ 5 ഇസ് ഈക്വൽ ടു -L ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 10⁻³ അപ്പോൾ 10⁻³ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ മൈനസും ക്യാൻസൽ ആവുകയും ചെയ്യും. സോ 5 × 10⁻³ ദാറ്റ് ഇസ് 5 മില്ലി ഹെൻറി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് ചാടുകയാണ് നമ്മൾ. An inductor of inductance LA, capacitor of capacitance C, and the resistor of resistance R is connected in an AC source of potential difference we are shown in figure. അപ്പോൾ നോക്കൂ, voltage across inductor is 40 volt, voltage across capacitor is 10 volt, voltage across resistor is 40 volt. ഈ രണ്ട് ഡാറ്റ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റും. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണോ കൂടുതൽ? ഗൈസ് നോക്കൂ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണോ കൂടുതൽ? യെസ്, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണ് കൂടുതൽ എങ്കിൽ ഈ സർക്യൂട്ടിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൂടുതലാണെങ്കിൽ സർക്യൂട്ട് ഇസ് പ്രീഡോമിനന്റ്ലി ഇൻഡക്റ്റീവ്. സർക്യൂട്ട് പ്രീഡോമിനന്റ്ലി ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താ? ഇവിടെ കറണ്ടാണോ വോൾട്ടേജ് ആണോ കൂടുതൽ? സോറി, കറണ്ടാണോ വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുന്നത്? കൂടുതൽ എന്നല്ല, കറണ്ടാണോ വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ലീഡ് ചെയ്യും. ബിക്കോസ് ഇൻഡക്റ്റീവിന്റെ സർക്യൂട്ടിന്റെ നേച്ചറാണ് വോൾട്ടേജിനെ ലീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ബൈ എ ഫേസ് ഡിഫറൻസ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടത് എന്താ? അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഓഫ് എൻ LCR സർക്യൂട്ട് ഇസ് ഗിവൺ 10√2 ആംപിയർ. ദെൻ ദ ഇമ്പിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ്. ഇമ്പിഡൻസ് വേണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ RMS വാല്യൂസ് ആണ് കേട്ടോ. ദീസ് ആർ ഓൾ RMS വാല്യൂസ്. ഒന്നും പറയാതെ നമുക്ക് ഡാറ്റ തന്നാൽ അത് RMS ആണ്. അപ്പോൾ ഇത് തന്നൊക്കെ RMS ആണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതും RMS വോൾട്ടേജ് ആണ്. RMS വോൾട്ടേജ് ഇസ് ഈക്വൽ ടു √VL - VC the whole square plus VR square. wow. അപ്പോൾ √10 40 - 10 that is 30 square plus 40 square 3 4 5 triangle ഫൈനൽ വാല്യൂ RMS വാല്യൂ is equal to 50. അത് RMS വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് RMS കറണ്ട് വേണം. RMS കറണ്ട് ഇവിടെ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് തന്നത് 10√2 ആണെങ്കിൽ RMS കറണ്ട് 10. അപ്പോൾ ഇമ്പിഡൻസ് Z is equal to കറണ്ട് വോൾട്ട് V/I, V 50 ആണ്, I 10 ആണ്, ദാറ്റ് ഈസ് 5 ohm. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 5√2 എന്ന് കിട്ടും. പക്ഷെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഇമ്പിഡൻസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ഏത് ടൈപ്പ് വോൾട്ടേജ് ആണോ അതേ ടൈപ്പ് കറണ്ട് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഇഫ് യു ഹാവ് RMS വോൾട്ടേജ് യു ഹാവ് ടു ഡിവൈഡ് വിത്ത് RMS കറണ്ട്. ഇഫ് യു ഹാവ് മാക്സിമം വോൾട്ടേജ് then you have to divide with maximum current. അതെ അങ്ങനെ പറയാം ഷാഫി. ഓക്കെ, അടുത്തതിലേക്ക് വരാം. An LCR circuit containing 5 Henry inductor, 80 microfarad capacitor, 40 ohm resistance connected to 230 volt of variable
frequency AC, the angular frequency of the source at which the power transferred to the circuit is half of the power at resonance. നോക്കടാ, നോക്കൂ, ഒരു LCRൻ്റെ ഫ്രീക്വൻസിയിൽ റെസണൻസ് ഫ്രീക്വൻസി ഇതാണ്. റെസണൻസ് ഫ്രീക്വൻസിയിൽ പവർ മാക്സിമം ആയിരിക്കും. പവർ പകുതി ആവുന്ന ഒരു ഫ്രീക്വൻസി റെസണൻസ് ഫ്രീക്വൻസിക്ക് മുമ്പുണ്ട്, പവർ പകുതി ആവുന്ന ഒരു ഫ്രീക്വൻസി റെസണൻസ് ഫ്രീക്വൻസിക്ക് ശേഷമുണ്ട്. ദീസ് ആർ കോൾഡ് ഹാഫ് പവർ ഫ്രീക്വൻസി. ആംപ്ലിറ്റ്യൂഡിൻ്റെ മീനിങ് എന്താണെന്നോ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ. ഒരു എ സിയിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. അതെ, പീക്ക് വാല്യൂ I0 എന്നാണ്. I0 എക്സാക്ട്ലി I0. അപ്പോൾ ഇതൊരു LCRൻ്റെ റെസണൻസ് ഫ്രീക്വൻസിയാണ്. ഇവിടെ പവർ മാക്സിമം ആയിരിക്കും P മാക്സ്. അപ്പോൾ പവർ മാക്സിമത്തിൻ്റെ പകുതി ആവുന്നൊരു ഫ്രീക്വൻസി റെസണൻസ് ഫ്രീക്വൻസിക്ക് മുമ്പും റെസണൻസ് ഫ്രീക്വൻസിക്ക് ശേഷമുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇത് നമ്മളുടെ ഗ്യാപ്പില്ലേ, ഇതിനാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. അതായത് പവർ പകുതിയാവുന്ന രണ്ട് ഫ്രീക്വൻസി ഉണ്ട്, ഒന്ന് റെസണൻസ് ഫ്രീക്വൻസിക്ക് മുമ്പും ഒന്ന് റെസണൻസ് ഫ്രീക്വൻസിക്ക് ശേഷവും. അത് നമ്മളുടെ ഗ്യാപ്പിനെ, ഡിഫറൻസിനെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു R/L. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ആ രണ്ട് ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് റെസണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. 1/√LC. L എത്രടാ? 5. C എത്ര? 80 × 10⁻⁻6 മൈക്രോ ഫാരഡാ. അപ്പം ഇവിടെ 8×5 40, 400 വരും. 400ൻ്റെ റൂട്ട് എടുത്താൽ 20 വരും. 20 × 10⁻⁻3 -3 മുകളിലേക്ക് പോയാൽ +3. അപ്പോൾ 1000/20, 0 ക്യാൻസൽ, 100/2 50 എന്ന് വരും. 50. അപ്പോൾ റെസണൻസ് ഫ്രീക്വൻസി 50 ആണ് കിട്ടി. ഇനി ബാൻഡ് വിഡ്ത്ത് നോക്കാം നമ്മൾ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് പവർ ഫ്രീക്വൻസീസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് R/L ആണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കിട്ടിയാൽ നമുക്ക് ആ ഗ്യാപ്പ് കിട്ടും. ബാൻഡ് വിഡ്ത്ത് is equal to R/L. That is equal to R എത്രടാ? 40. L എത്ര? 5. 40/5. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 8 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഗ്യാപ്പ് 8 ആണ്. ഇത്രയും ഗ്യാപ്പ് 8 ആണ്. ഇത്രയും ഗ്യാപ്പ്, അതായത് ω2 - ω1 is equal to 8 ആണ്. അപ്പോൾ ഈ ഗ്യാപ്പ് 8 ആണ് നമുക്ക് കിട്ടിയത്. ഇത്രയും ഗ്യാപ്പ് 8 ആണ്. ഓക്കെ, അതിൻ്റെ പകുതിയാണ് ഇത് രണ്ടും വരിക. ഓക്കെ, അപ്പോൾ ഇതെത്ര വരും? 4 വരും. ഇതെത്ര വരും? 4 വരും. അപ്പോൾ ω1 is equal to റെസണൻസ് ഫ്രീക്വൻസി -4, ω2 is equal to റെസണൻസ് ഫ്രീക്വൻസി +4. റെസണൻസ് ഫ്രീക്വൻസിനേക്കാൾ 4 കുറവും റെസണൻസ് ഫ്രീക്വൻസിനേക്കാൾ 4 കൂടുതലും. അപ്പോൾ 50നേക്കാൾ 4 കുറവും 50നേക്കാൾ 4 കൂടുതലും, അതായത് 46ഉം 54. So that is option C is the right answer. It's a PYQ, guys. Next. അടുത്തേക്ക് നോക്കടാ. An LCR circuit is connected to an AC source where L is removed. The phase difference between current and voltage is pi/3. Quality factor and equation പറയോ? ഓർമ്മയില്ലടാ ക്വാളിറ്റി ഫാക്ടർ. Quality factor is equal to resonance frequency divided by bandwidth 2Δω. Or quality factor is equal to ω0 divided by R/L വരും. അപ്പോൾ L ω0 divided by R വരും, അല്ലെങ്കിൽ 1/C ω0 വരും, അല്ലെങ്കിൽ √, ഇവിടെ L × ω0 എന്ന് പറഞ്ഞാൽ 1/√LC. അപ്പോൾ Lനെ √2 കൊണ്ടുവന്ന് കഴിഞ്ഞാൽ Lന് സ്ക്വയർ വരും. അപ്പോൾ L കട്ടാവും. അപ്പോൾ √L/C × 1/R വരും. Hercules, these are the equation for quality factor. നോക്കടാ, ഒരു LCR സർക്യൂട്ടിൽ ഇൻഡക്ടർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. അപ്പം അതിൽ L റിമൂവ് ചെയ്തപ്പോൾ ഫേസ് ഡിഫറൻസ്, ഇൻഡക്ടർ റിമൂവ് ചെയ്താൽ ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ ഓപ്പോസിറ്റിൽ XCയും അഡ്ജസൻറ്റ് ആറും ഹൈപ്പോട്ടനസ് സെഡും. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഫൈൻഡ് ആവും. അപ്പോൾ tan of phi is equal to XC/R വരും. ഇനി ഇൻഡക്ടറിന് പകരം കപ്പാസിറ്ററാണ് റിമൂവ് ചെയ്തതെങ്കിൽ LCR സർക്യൂട്ടിൽ ആദ്യം ഇൻഡക്ടർ റിമൂവ് ചെയ്തപ്പോൾ അവിടെ കപ്പാസിറ്റർ റിയാക്ടൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കപ്പാസിറ്റർ റിയാക്ടൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇൻഡക്ടറിന് പകരം കപ്പാസിറ്ററാണ് റിമൂവ് ചെയ്തെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ XL മാത്രമേ ഉണ്ടാവുള്ളൂ, അഡ്ജസൻറ്റ് R, ഹൈപ്പോട്ടനസ് സെറ്റ്. അപ്പോൾ tan of phi is equal to XL/R വരും. ഈ രണ്ട് കേസിലും ഫേസ് ഡിഫറൻസ് pi/3 ആണ്. If instead C is removed, phase difference pi/3 ആണ്. രണ്ടിലും pi/3 ആണ്.
രണ്ടിൽ പൈ ബൈ 3 ആകുമ്പോൾ രണ്ടിലെയും ടാൻ ഫൈ സെയിം ആയതുകൊണ്ട് അപ്പോൾ XC ബൈ R ഈസ് ഈക്വൽ ടു XL ബൈ R. അപ്പോൾ ആറും ക്യാൻസൽ ചെയ്താൽ XC ഈസ് ഈക്വൽ ടു XL എന്ന് കിട്ടും. XCയും XLും ഈക്വൽ ആണെങ്കിൽ സർക്യൂട്ട് ഇസ് അണ്ടർ റെസണൻസ്. ഇത് റെസണൻസിലാണ് മനസ്സിലായി. Then power factor. Resonance power factor is unity. Option 1 is the right answer. So it's a highly conceptual question. 2020 ചോദിച്ച highly conceptual question. ക്വസ്റ്റൻ എങ്ങനെയുണ്ടാ മക്കളെ പറടാ ക്വസ്റ്റൻ എങ്ങനെയുണ്ടാ? ഉറങ്ങിയോ മക്കളെ? ഉറങ്ങല്ലേ? ഈ ക്വസ്റ്റൻ എങ്ങനെയുണ്ട് ഗൈസ്? ക്വസ്റ്റൻ എങ്ങനെയുണ്ടാ? നൈസ് അല്ലേ? അടുത്തേക്ക് വരാം. 40 microfarad capacitor is connected to 200 volt 50 hertz AC supply. The RMS value of current in the circuit is RMS value current is equal to voltage divided by XC capacity reactance. അപ്പോൾ current is equal to voltage divided by capacity reactance 1 by C omega. അപ്പോൾ C omega മുകളിലേക്ക് പോകും. അപ്പം വോൾട്ടേജ് എത്രടാ? 200 ഇൻറ്റു C40 ഇൻറ്റു ഒമേഗ 2π ന്യൂ വരും. അപ്പോൾ 2π എന്ന് പറഞ്ഞാൽ 6.28 ഇൻറ്റു ന്യൂ എത്ര വരിക? 50. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2 ഇൻറ്റു 3.14 ഇൻറ്റു ന്യൂ 50. 2 ഇൻറ്റു 50 100. അപ്പോൾ കറണ്ട് ഇസ് ഈക്വൽ ടു 200 ഇൻറ്റു 40 ഇൻറ്റു 100 ഇൻറ്റു 3.14 314. 40 മൈക്രോ ഫാരഡാണ്. അപ്പോൾ 10⁻⁻6 വരും. ശരിയല്ലേ? അപ്പോൾ ഈ 3 പൂജ്യവും -6ഉം കട്ട് ചെയ്താൽ -3. പിന്നെ 2 ഉണ്ട്, 4 ഉണ്ട്. 8 ഇൻറ്റു 10⁻³ ഇങ്ങോട്ടേക്ക് ഡെസിമൽ പ്ലേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 0.314 വരും. ശരിയല്ലേ? അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 2.5 വരും. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അൽ കിഡിലോസ്കി ആൻഡ് ടർക്കോസ്കി ക്വസ്റ്റ്യൻ. ഹർക്കുലീസ് നീ ഒന്നും മറന്നിട്ടില്ല അല്ലേ? ഓക്കെ ഗൈസ്, അടുത്തതിലേക്ക് വരാം. എ സർക്യൂട്ട് കണ്ടെയ്നിങ് AC സോഴ്സ് 12 വോൾട്ടേജ് ഇസ് ഈവൻ ടു ദ സർക്യൂട്ട് 0.2 ആംപിയർ. AC കൊടുത്തപ്പോൾ 0.2 ആംപിയർ കിട്ടി. ദ സെയിം സർക്യൂട്ട് വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു DC ഓഫ് 12 വോൾട്ട് 0.4 ആംപിയർ കറണ്ട് കിട്ടി. അങ്ങനെയാണ് ആ സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചത്. 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ LR സർക്യൂട്ട് അല്ലെങ്കിൽ CR സർക്യൂട്ട്. പക്ഷെ CR സർക്യൂട്ടിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇതിൽ DC കൊടുത്താൽ കറണ്ട് 0 ആണ്. കാരണം DC കൊടുത്താൽ CR സർക്യൂട്ട് കപ്പാസിറ്റർ ഉള്ള സർക്യൂട്ടിലേക്ക് DC കൊടുത്താൽ കപ്പാസിറ്റി റിയാക്റ്റൻസ് ഇൻഫിനിറ്റി ആവും. കാരണം കപ്പാസിറ്റി റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു 1 by C ഒമേഗ. DCയിൽ ഒമേഗ 0 ആണ്. അപ്പോൾ DCക്ക് ഒമേഗ 0 ആകുമ്പോൾ അത് 0 വരുമ്പോൾ XC ഇസ് ഈക്വൽ ടു 1 by 0 ഒമേഗ ആവും. ഇൻഫിനിറ്റി ആവും. അപ്പോൾ DC ആണ് എങ്കിൽ CR സർക്യൂട്ടിന് കറണ്ട് 0 ആണ് വരിക. CR സർക്യൂട്ടിന്. അപ്പം കപ്പാസിറ്ററുള്ള സർക്യൂട്ടിലേക്ക് DC കൊടുത്താൽ കറണ്ട് കിട്ടൂല. ഇവിടെ DC കൊടുത്തപ്പോൾ കറണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്ററുള്ള സർക്യൂട്ട് അല്ല, കപ്പാസിറ്റർ സർക്യൂട്ട് അല്ല. കപ്പാസിറ്റർ ഇല്ലാത്ത ഒരേ ഒരു സർക്യൂട്ടേ ഉള്ളൂ, ദാറ്റ് ഈസ് LR സർക്യൂട്ട്. ക്ലിയർ അല്ലേ ഗൈസ്? ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Which of the following combination should be selected for better tuning of LCR circuit? For better communication. നോക്കൂ, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ ഷുഡ് ബി വെരി ഹൈ. ക്വാളിറ്റി ഫാക്ടർ Q ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താ? √L/C into 1/R. So you should select a circuit which has high inductance, low capacitance and low resistance. കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കൂ. ലോ റെസിസ്റ്റൻസ് 15 ആണ്, ഹൈ ഇൻഡക്റ്റൻസ് 3.5 ആണ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഈസ് ഗിവൺ. പവർ ഫാക്ടർ എത്രയാണെന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പം ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ ആർ ഗിവൺ ഇൻ ദ സർക്യൂട്ട്. പവർ ഫാക്ടർ നോക്കൂ. ടോട്ടൽ വോൾട്ടേജ് അപ്പോൾ എത്ര വരിക? റൂട്ട് ഓഫ് 80 - 40. ഒരു മിനിറ്റ്. കപ്പാസിറ്റർ, ഇൻഡക്ടർ ആൻഡ് 100 വോൾട്ട്.
ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റർ റെസിസ്റ്ററിൻ്റെതാണ് 80 അല്ലേ, 80 സ്ക്വയർ പ്ലസ് കപ്പാസിറ്ററിൻ്റെത് 40, ഇൻഡക്ടറിൻ്റെത് 100. അപ്പോൾ 100 മൈനസ് 40 സ്ക്വയർ. അപ്പോൾ റൂട്ട് 80 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് 100 കിട്ടും. ആൻഡ് പവർ ഫാക്ടർ കോസ് ഫൈ ഈസ് ഈക്വൽ ടു R/Z, അല്ലെങ്കിൽ മുകളിലും താഴെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോൾട്ടേജ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എത്രടാ? 80 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോൾട്ടേജ് 100. 0 ക്യാൻസൽ ചെയ്തു. 8 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഇസ് 0.8. സോ പവർ ഫാക്ടർ ഇസ് 0.8. ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്? ഇനി ഒരു ചാപ്റ്ററും കൂടി ഉള്ളടാ. ഇപ്പം AC കഴിഞ്ഞാൽ പിന്നെ EM വേവും കൂടി ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഓൾറെഡി നമുക്കറിയാം. ഇവിടെ the given circuit reading of V1 and V2 are 300. V1 ഏതാ? ഇൻഡക്ടറിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. V2 ഏതാ? കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സർക്യൂട്ട് ഇസ് അണ്ടർ റെസണൻസ്. ദെൻ ദ വോൾട്ടിമീറ്റർ ഓഫ് V3 ആൻഡ് കറണ്ടസ്. വോൾട്ടിമീറ്റർ ഓഫ് V3 എന്ന് പറയുന്നത് സർക്യൂട്ട് റെസണൻസിലാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസും നെറ്റ് വോൾട്ടേജും സെയിം ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര? 220 എന്ന് വരും. ഇനി കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 2.2. So 220 and 2.2. So that is option B is the right answer. Next. ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ നോക്കടാ മക്കളെ, നോക്കടാ. ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ. A step down transformer connected to an AC main supply of 220 volt is made up operate at 11 volt and 44 watt lamp. അപ്പോൾ ഇൻപുട്ട് പവർ P in is equal to 44 watt. Ignoring power loss. What is the current in primary circuit? See, a step down transformer is used to connect AC main 220 volt made to operate at 11 volt. Okay, ഇത് ഔട്ട്പുട്ടിലെ പവർ ആണ് കേട്ടോ. P out is equal to 44 watt. ഔട്ട്പുട്ടിലെ പവർ ഇൻപുട്ടിലെ പവറും സെയിം ആയിരിക്കും ബിക്കോസ് ഇഗ്നോറിങ് ദ പവർ ലോസ്. വാട്ട് ഈസ് ദ കറണ്ട് ഇൻ പ്രൈമറി? ഓക്കെ, എൻ AC മെയിൻ സപ്ലൈ ഓഫ് 220 വോൾട്ട് മെയ്ഡ് ടു അപ്പോൾ V ഇൻപുട്ട് 220, V in into I in is equal to power 44. V input is equal to 220 into input la current is equal to 44. So input la current is equal to 44 divided by 220. 220 10 മുകളിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് 44 divided by 22 into 10 raised to minus 1 എഴുതാം. 44 by 22 ചെയ്താൽ 2 വരും. 2 into 10 raised to minus 1, 0.2 ampere. Option A is the right answer. A അല്ലടാ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് വരാം. 2021 ചോദിച്ച ചോദ്യമാണ്. നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അറിയില്ലടാ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആക്ച്വലി? വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? Displacement current എന്താ? It is the current which comes into play between the plates of the capacitor when the electric flux is changing. അപ്പോൾ നോക്കൂ, ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് രണ്ട് ഇക്വേഷൻ ആണ്. I is equal to epsilon 0 into d5 by dt അല്ലെങ്കിൽ C into dV by dt. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്, ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ടേജ് V0 sin omega t തന്നിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് C ഇൻറ്റു d by dt ഓഫ് V0 sin omega t. sin omega t ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ C V0 ഒമേഗ കോസ് ഒമേഗ ടി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതേ ക്വസ്റ്റ്യൻ മറ്റൊരു വർഷം മറ്റൊരു രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഏതാ നമുക്ക് നോക്കാം. എ പാരലൽ പ്ലേറ്റ്, ഇത് 2021 ചോദിച്ചതാണ്. പിന്നെ 2019 ഇതേ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 2025 ചോദ്യം വരുന്ന എക്സ്പെക്ട് ചെയ്യാം. നോക്കടാ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 20 മൈക്രോഫാരഡ് ഇസ് ബീങ് ചാർജ്ഡ് ബൈ എ സോഴ്സ്. ദ പൊട്ടൻഷ്യൽ ഇസ് ചേഞ്ചിങ് അറ്റ് എ റേറ്റ് ഓഫ് dV by dt is equal to 3 തന്നിട്ടുണ്ട്.
The conducting current, displacement current through the capacitor would be conducting current, displacement current. Conducting current magnitude and displacement current magnitude same ആയിരിക്കും. അപ്പോൾ displacement current is equal to C into dV by dt. C എത്രടാ 3, സോറി C 20 into 3 മൈക്രോഫാരഡ് ആയതുകൊണ്ട് -6 ഉണ്ടാവും. അപ്പോൾ 60 മൈക്രോ ആംപിയർ ഓപ്ഷൻ എ. കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും സെയിം ആയതുകൊണ്ട് 60 and 60. നെക്സ്റ്റ് അടുത്ത നോക്കടാ. മാഗ്നറ്റിക് ഫീൽഡിനെ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് ഗിവൺ ബൈ. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്. ഇത് മെക്കാനിക്കൽ വേവിൻ്റെ കോൺസെപ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം. നോക്കടാ, ഇവിടെ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് അല്ലെങ്കിൽ കെ എക്സ് എക്സിൻ്റെ കൂടെ വരുന്ന ആളാണ് കെ. അപ്പോൾ ഹിയർ കെ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 10⁻³ കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡ. 2π ബൈ ലാംഡ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 10⁻³. പൈയും പൈയും ക്യാൻസൽ ചെയ്തു. ലാംഡ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 10⁻³ മുകളിലേക്ക് പോയാൽ 2 ഇൻറ്റു 10⁻³ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, the ratio of contribution made by the electric field and magnetic field component to the intensity of electromagnetic wave is 1:1. കാരണം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ എനർജി ഡെൻസിറ്റി ആണ്. അപ്പോൾ ഒരേ എനർജി ഡെൻസിറ്റി ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് ചെയ്താൽ നമുക്ക് ഇൻറ്റൻസിറ്റി കിട്ടും. ഒരേ ഇൻറ്റൻസിറ്റിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ലൈറ്റിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് മാത്രം. നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലൈറ്റിൻ്റെ, നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത് ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പിന്നെ പ്രത്യേകതകൾ കൊണ്ടാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് റെറ്റിനെ എക്സൈറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓൺലി, ബട്ട് ദ ഇന്റൻസിറ്റി ആൻഡ് എനർജി ഡെൻസിറ്റി ഈസ് ഈക്വലി കോൺട്രിബ്യൂട്ടഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സോഴ്സ് 2016 നീട്ടി ചോദിച്ചതാണ്. വാട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്? റസ്റ്റ് ഫീൽഡ്. ഇപ്പം എല്ലാം കിട്ടുന്നുണ്ട്, എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒന്നും ഓർമ്മ വരില്ല. സി ഗൈസ്, അങ്ങനെ ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിൽ? പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം കിട്ടും. അതായത് എക്സാമിനേഷൻ ഹാൾ അല്ലാത്ത നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാക്കൾട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാം കിട്ടുന്നുണ്ട്. ബട്ട് 8:00 തീരോ? തീർച്ചയായിട്ടും തീരോടാ, 8:00 തീരും കേട്ടോ. എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലാത്തപ്പോൾ പറ്റുന്നുണ്ട്. എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ ചെയ്യാം. അങ്ങനെ ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ദാറ്റ് ഇസ് ആബ്സെൻസ് ഓഫ് മൈൻഡ്. എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ദിസ് ഇസ് ദ വെരി ലാസ്റ്റ് ചാപ്റ്റർ. സി ദാറ്റ് ഈസ് ഡ്യൂ ടു ഒന്ന് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, പിന്നൊന്ന് എക്സാമിനേഷൻ ഫിയർ, പിന്നൊന്ന് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല എന്ന് പറയും. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. മനസാന്നിധ്യം എന്ന് പറയുന്നത്, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇപ്പം ഈ അടുത്തൊരു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ആ വീഡിയോ, ഒരു ബൈക്കിൽ ഒരു പ്രായമുള്ള ഒരാൾ യാത്ര ചെയ്യാണ്. അപ്പോൾ ഒരു ബസ് ഓവർടേക്ക് ഇങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ ബസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ കയറി പോകുന്നു. ബസ് ഓവർടേക്ക് ചെയ്ത് അടുത്തേക്ക് വന്ന് ആ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ ബസ് തട്ടി ആ പുള്ളിക്കാരൻ നിലത്ത് വീണു. ഫ്രണ്ട് വീല് പാസ്സായി പോയി. ബാക്ക് വീലിൻ്റെയും ഫ്രണ്ട് വീലിൻ്റെയും ഇടയിലാണ് ആ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് വീണത്. ആ സമയത്ത് തൊട്ടടുത്ത് ഒരുപാട് പേരുണ്ട്. ആ ആക്സിഡൻറ്റ് നടക്കുന്നതിനോട് ചേർന്ന ഒരു ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്തിൻ്റെ മുകളിലൊരു ഒരു കമ്പി വേലി ഉണ്ട്. മീൻസ് ഒരു പെട്ടെന്ന് അങ്ങോട്ട് കടക്കാതൊക്കെ ഉള്ള ഒരു വേലി പോലത്തെ സാധനം ഉണ്ടെങ്കിലും അത് ഈസി ആയിട്ട് മറികടന്ന് അങ്ങോട്ടേക്ക് എത്താവുന്ന അടുത്ത് ഒരുപാട് പേരുണ്ട്. അപ്പുറമൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു ചെറിയ സ്കൂൾ ബാഗ് ഇട്ട ഒരു ചെറിയ കുട്ടി ഓടി വന്ന് ആ ചേട്ടൻ്റെ കൈ പിടിച്ച്, ബസ് അപ്പോഴേക്കിനും സ്ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഓടി വന്ന് ആ ചേട്ടൻ്റെ കൈ പിടിച്ച് വലിച്ച്. അപ്പോൾ ആണ് പെട്ടെന്ന് ആ ചേട്ടനെ അവിടെ നിന്നിട്ട് എണീറ്റതും ബാക്ക് വീല് ആ ചേട്ടൻ്റെ ദേഹത്ത് തട്ടാതെ കഴിച്ചിലായിരുന്നു. അപ്പോൾ ശരിക്കും ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു ആക്സിഡൻറ്റ് പെട്ടെന്ന് നടക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ഇവന്റ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ പാനിക് ആവുന്ന സിറ്റുവേഷനിൽ അവിടെ ആ ആക്സിഡന്റിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊന്നും ഓടിച്ചെന്ന് അയാളെ ഒന്ന് പിടിച്ച് എണീപ്പിക്കാം എന്നുള്ള ചിന്ത പോയില്ല. പെട്ടെന്ന് ഈ സംഭവം നടന്നപ്പോൾ ആബ്സെൻസ് ഓഫ് മൈൻഡ് കാരണം ഒന്നും ബ്ലാങ്ക് ആയിപ്പോയി. പക്ഷെ ഈ കുട്ടിയുടെ ഒന്നുകിൽ ആ കുട്ടി അത്രയും സില്ലി ആയിട്ട് അതിനെ കാണുന്നതുകൊണ്ട് എന്തോ ആ കുട്ടിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നുന്ന, അങ്ങനെ
ചെയ്താൽ അയാൾ രക്ഷപ്പെടും എന്നുള്ള തോട്ട് പ്രോസസ്സ് വളരെ പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡാണ്. ഈ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ എന്ത് വസ്ത്രമാണ് ധരിച്ചത്, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആംബിയൻസ് എന്താണ്, നമ്മളൊരു ഹോട്ടലിൽ ഇരിക്കുമ്പോഴും സ്കൂളിലിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ബിഹേവിയറിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ മൈൻഡ് കോൺഷ്യസ് ആണ് നമ്മൾ എവിടെ ഇരിക്കുന്നത്, നമ്മൾ എന്താ സംസാരിക്കുന്നത്, നമ്മൾ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്ന ആരൊക്കെ കേൾക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതാൻ പോകുന്നത് നീറ്റ് പരീക്ഷയാണെന്നും ഇതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് സബ്ജക്റ്റ് എന്നും നിങ്ങൾ ഇത്രയും പഠിച്ചെടുത്ത കാര്യങ്ങളാണ് എക്സാമിനേഷൻ ഹാളിൽ എഴുതാൻ പോകുന്നതെന്നും ഇപ്പം നിങ്ങൾ ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വാട്ട് ആർ യു ഗൈസ്, നിങ്ങൾ എന്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തമാശയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കത്? അനാമിക, അമൽ MP, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഓ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഞാൻ പറയുന്നത് ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതുകയാണെന്നും നിങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചിന്തിക്കില്ല എന്നും ഒക്കെ ഉള്ള ഒരു ഉറച്ച വിശ്വാസവും ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട തോട്ട് പ്രോസസ്സും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടുള്ളൂ. മറ്റുള്ള ഡീവിയേഷൻ തരുന്ന തോട്ട്സിനൊക്കെ ഒഴിവാക്കണം എന്നുള്ള ആ ഒരു എന്താ അതിനിപ്പോൾ നമ്മൾ പറയുക, ആ ഒരു യുക്തിപരമായ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ എത്തിയിട്ടാണ് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നെങ്കിൽ എക്സാമിനേഷൻ എഴുതുന്നതിന് മുന്നേ ഒരു ഡീപ് ബ്രത്ത് ഒക്കെ എടുത്ത് അങ്ങനെ പ്രിപ്പയർഡായി ഒന്ന് നല്ലതുപോലെ റിലാക്സ്ഡ് ആയിട്ട് എഴുതാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രസൻസ് ഓഫ് മൈൻഡ് വരില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പാട്ടിൻ്റെ ലിറിക്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഓർമ്മ വരിക. ചില കുട്ടികളാണ് ലിറിക്സ് മീൻസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പാട്ടിൻ്റെ ലിറിക്സ് ഒക്കെ ഓർമ്മ വരും, കേൾക്കാത്ത പാട്ടിൻ്റെ ലിറിക്സ് ഒക്കെ ഓർമ്മ വരും, ട്യൂൺ ഓർമ്മ വരും, കുറേ സീൻസ് ഓർമ്മ വരും, വേറെ കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സാമിനേഷൻ ഹാൾ ആണെന്നും ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്യൂച്ചർ ഡിറ്റർമിനേറ്റ് ചെയ്യാൻ നോട്ട് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി എൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു വളരെ ക്രൂഷ്യലായ ഒരു ഡേ ആണെന്നുള്ളൊരു ബോധ്യവും നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ കൃത്യമായി ഓർമ്മ വരണം എന്നുള്ള ഒരു ആവശ്യവും നീഡും ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തിയിട്ട് ആണ് എക്സാമിനേഷൻ എഴുതേണ്ടത്. അല്ലാതെ കിട്ടി പോയി ആ ഒരു മൈൻഡിലാണ് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നത് എങ്കിൽ നീ പറഞ്ഞ പോലെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അതിന് നിങ്ങൾ അവസാനത്തെ ദിവസം, അതായത് എക്സാമിൻ്റെ തലേ ദിവസം പ്രോപ്പറായിട്ട് ഉറങ്ങണം, 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം, രാവിലെ ഒരു 6 മണി ആ സമയത്തൊക്കെ എണീക്കാൻ ശ്രമിക്കണം, എന്നിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയ ഫുഡ് കഴിക്കണം. പട്ടിണി കിടന്ന മീൻസ് ഫുഡൊന്നും കഴിക്കാതെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകരുത്. ഹെവി ആയിട്ട് അടിച്ച് കയറ്റണം എന്നല്ല ഞാൻ പറയുന്നത്, അൽഫാം മന്തി അടിച്ച് കയറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. ന്യൂട്രീഷ്യസ് ആയ നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉള്ള ഫുഡ് കഴിക്കണം, നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഉറങ്ങണം, റിലാക്സ്ഡ് ആവണം, ക്ഷീണമൊന്നും ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ഈ എക്സാമിനേഷൻ എൻ്റേതായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വളരെ കാമായിട്ട് ഒരു മോക്ക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ലാഘവത്തോടു കൂടി ഈസി ആയിട്ട് അമിതമായ ഭാരമോ ടെൻഷനോ ഒന്നും തലയിൽ പേറാതെ പോയി നിങ്ങൾ എക്സാമിനേഷൻ എഴുതി നോക്കൂ. കൂളായിട്ട് നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഷുവർ. അപ്പോൾ പോട്ടെ, ബാക്ക് ടു ദ ക്വസ്റ്റ്യൻസ്. റസ്റ്റ് ചാർജ് പാർട്ടിക്കൽ ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മൂവിംഗ് ചാർജ് പാർട്ടിക്കൽ ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഫാത്തിമ നീത എന്തോന്നാണ് നീത കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ചിരിച്ചോണ്ടിരിക്കല്ലേ. റസ്റ്റ് ചാർജ് പാർട്ടിക്കൽ ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്, മൂവിംഗ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് magnetic field and as well as electric field. Accelerated charge particle can produce electromagnetic wave. Next 2020 ചോദിച്ച ചോദ്യമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിത്ത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് അമൻ ദ ഫോളോയിങ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഏതായിരിക്കും, ഫ്രീക്വൻസി ഏറ്റവും കൂടിയ ഗാമ റേസ്. ആൻഡ് ദ വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2013 ചോദിച്ചതാണ്. ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ മൈക്രോവേവ് ഓവൻ ഹീറ്റഡ് അപ്പ് ദ ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് വാട്ടർ മോളിക്യൂൾ. മൈക്രോ ഓവനിൽ മൈക്രോവേവ്സ് ആണ് പാസ് ചെയ്യുന്നത്. മൈക്രോവേവ്സ് പാസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ലാഫിങ് ഫോർ ദ വേർഡ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരാളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറെ കാര്യത്തിനാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഈ ചിരിക്കുന്ന അയാളും കൂടെ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു ബോധ്യം മനസ്സിൽ വേണം കേട്ടോ.
ഇപ്പം ഞാനീ പറഞ്ഞു തരുന്നത് എന്തിനാ, നിങ്ങൾക്ക് കേൾക്കാനല്ലേ? വേറെ ആളത് കേട്ട് ചിരിക്കുകയാണെങ്കിലും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് ഗൈസ്. സി ഇവിടെ നോക്കൂ, മൈക്രോ അവനിൽ മൈക്രോവേവ്സ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ വെച്ച ഫുഡ് മെറ്റീരിയൽസിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഫ്രീക്വൻസിയും അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും അതിലൂടെ കടത്തി വിടുന്ന മൈക്രോ അവനിലെ മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസിയും ഇത് രണ്ടും മൈക്രോവേവിൻ്റെ റെസണൻസ് ഫ്രീക്വൻസി ഇത് രണ്ടും റെസണൻസിലാവുന്ന സമയത്ത് മീൻസ് ഫ്രീക്വൻസി മാച്ച് ആവുന്ന സമയത്താണ് വാട്ടർ മോളിക്യൂൾസ് ഹീറ്റ് ആവുക. അപ്പോൾ വാട്ട് ഈസ് ദ നെസസറി കണ്ടീഷൻ? ദ ഫ്രീക്വൻസി ഓഫ് മൈക്രോവേവ് മസ്റ്റ് ബി the resonance frequency of the water molecule. So that is option A is the right answer. Got it? So that is the end of the discussion. See guys, that is the end of the discussion. Nokada. Listen. നമ്മള് ഈ ലാസ്റ്റ് പീരീഡ് ഓഫ് ടൈം എടുത്താൽ തന്നെ മോക്ക് എക്സാമിനേഷൻസും നമ്മളെ മൊഡ്യൂൾ എക്സാമിനേഷനും നമ്മളെ ഡെയിലി എക്സാമിനേഷനും ഒക്കെ ആയി ഉൾപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഈ മാരത്തോൺ ലൈവുകളുടെയും വൺ ഷോട്ട് സീരീസിലെയും സൂപ്പർ 45 സീരീസിലെയും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ്, എണ്ണമറ്റ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വൺ ഷോട്ട് സീരീസിലും മാരത്തോൺ ലൈവിലും ക്ലാസ്സുകൾ എടുത്ത FM സാറ്, AD സാറ്, AN സാർ ആൻഡ് ഷിയാസ് സാർ ആൻഡ് മീ ഇത്രയും ദിവസം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ഓരോരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരാളുടെ അടുത്ത് വന്നിരുന്ന് ഇതാണ് പഠിക്കേണ്ടത് മോനെ, ഇതാണ് ചെയ്യേണ്ടത് മോനെ, ഇത് പഠിക്കടാ, ഈ സാധനം പഠിക്കടാ, ഈ ക്വസ്റ്റ്യൻ ചെയ്യടാ എന്ന് പറയുന്നത് പോലെ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഫിസിക്സ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. 100% നിങ്ങൾ എക്സാമിനേഷന് റെഡിയാണ്, എക്സാമിനേഷൻ ഓക്കെയാണ്. നിങ്ങളെപ്പോലത്തെ കുട്ടികൾക്കാണ് നീറ്റ് കിട്ടുന്നത്. നീറ്റ് കിട്ടാനായിട്ട് വേറെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒന്നുമില്ല. നിങ്ങളെപ്പോലെ സാധാരണക്കാരായ ഈ ആവലാതിയും ടെൻഷനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് ഈ മുൻ വർഷങ്ങളിൽ സൈലത്തിൽ നീറ്റിന് നല്ല സ്കോർ കിട്ടി മെഡിക്കൽ കോളേജിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലത്തെ കുട്ടികൾക്കാണ് നീറ്റ് കിട്ടുന്നത്, നിങ്ങൾക്കും കിട്ടും. നിങ്ങൾക്ക് കിട്ടി എന്ന അടുത്ത വർഷത്തെ കുട്ടികളോട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൊണ്ടും എൻ്റെ മക്കൾ ടെൻസ്ഡ് ആവേണ്ട. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ പ്രാർത്ഥനയും ഒക്കെ നിങ്ങളോടൊപ്പമുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും നന്നായിട്ട് എക്സാമിനേഷൻ എഴുതണം എന്നാണ് സൈലന്റ് ടീച്ചേഴ്സ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും ആഗ്രഹിക്കുന്നത്. സോ ഫിസിക്സിൽ നമ്മൾ ടോപ്പ് നോച്ച് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയേണ്ട എല്ലാ കോൺസെപ്റ്റും ഡെലിവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ഈ 2025 നീറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾ കാണാൻ പോകുന്നില്ല. നമ്മൾ സെറ്റാണ്. നമ്മൾ ചെയ്യാത്ത ഒരു ടൈപ്പ് ചോദ്യം പോലും നിങ്ങൾ കാണില്ല. എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ മാരത്തോൺ ലൈവുകളിലും സൂപ്പർ 45ലും വൺ ഷോട്ടിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇത് എനിക്ക് ഇന്ന ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം കൂടെ മനസ്സിലാലോചിക്കുക, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതോ ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഓരോരോ സെന്ററിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ട പാകത്തിന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സെന്റർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഈ എക്സാമിനേഷൻ നിങ്ങൾക്കുള്ളതാണ്, എനിക്കുള്ളതാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. 2025 നീറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സൈലത്തിൻ്റെ അവസാനത്തെ ഫിസിക്സ് ക്ലാസ്സും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ഈ ജേർണിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത് എൻ്റെയും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച്. നാളെ സുവോളജി ആൻഡ് ബോട്ടണി മാരത്തോൺ ലൈവ് ഉണ്ട്. അവിടെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി വെരി ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്, ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ടീം, അതായത് ഇവരാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എല്ലാവരും നമുക്ക് വിളിച്ചിട്ടൊരു വിശ്വാസമൊക്കെ പറയായിരുന്നു. FM സാർ, AN സാർ, AD സാർ ആൻഡ് ഷിയാ സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് അവരുടെ അസാന്നിധ്യത്തിൽ ഞാൻ നേരാണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ JB ഫ്രം സൈലന്റ് ലേണിംഗ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.